النبي كريمة المقدام بن معدي كذب قال سمعت رسول الله صلى الله عليه وسلم അള്ളാഹുവിൻ്റെ തിരുദൂതർ മുത്തനബി തങ്ങൾ പറയാണ്, മാ മല ആദമിയുൻ വിആൻ ശർറൻ മിൻ ബത്നി ബിഹസ്ബി ബിനി ആദമ ഉകുലാതു നുഖിംന സുൽബഹു ഫഇൻ കാന ലാ മഹാലത ഫസുലുസുൻ ലിതുആമി വസുലുസുൻ ലിശറാബി വസുലുസുൻ ലിനഫസിഹി റവാഹു തുർമുദി. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. നല്ലൊരു ഉണർത്തലാണ്. നബിതങ്ങൾ പറയാണ്, മാ മല ആദമീൻ, ഒരു മനുഷ്യൻ നിറച്ചിട്ടില്ല, ബിആൻ ശർറൻ മിൻ ബത്നി, വളരെ മോശമായ പാത്രത്തെ അവൻ നിറച്ചിട്ടില്ല. അവൻ്റെ വയറ് എന്ന പാത്രത്തിനേക്കാൾ മോശമായ ഒരു പാത്രത്തെയും നിറച്ചിട്ടില്ല. കുടം, ബക്കറ്റ്, പാട്ട, ഇങ്ങനെ എന്തൊക്കെ പാത്രങ്ങളുണ്ടോ അതിൽപ്പെട്ടൊരു പാത്രമാണ് പള്ളി, വയറും. ഒരു മനുഷ്യൻ നിറച്ച പാത്രത്തിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട പാത്രം വയറാണ്. വയറ് നിറയെ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു മോശത്തരം വേറല്ല, അതിലും വലിയൊരു വൃത്തികെട്ട പണി വേറല്ല. മാ മലഅബ്നു ആദമ വ്യാൻ, ഒരു പാത്രത്തെയും മനുഷ്യൻ നിറച്ചിട്ടില്ല ശരൺ, ഏറ്റവും മോശമായ പാത്രം മിമ്പത്തിന് പള്ളനേക്കാളും, അതിനേക്കാളും മോശപ്പെട്ടൊരു പാത്രം വേറെ നിറക്കണമെന്നില്ല. ഒരാൾ ഒരു ബക്കറ്റ് നിറയെ വെള്ളം നിറച്ചു, വേറൊരാളുടെ ഡ്രമ്മ് നിറയെ വെള്ളം നിറച്ചു, വേറെ കുടുക്ക നിറയെ വെള്ളം നിറച്ചു, വേറെ ആൾ ഒരു പാട്ട നിറയെ വെള്ളം നിറച്ചു, വേറെ ആൾ പള്ള നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടോ വെള്ളം കുടിച്ചിട്ടോ വയറ് നിറച്ചു. ഈ നിറക്കപ്പെട്ട വയറ്, ബക്കറ്റ്, പാട്ട, ഈ പാത്രങ്ങൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട നിറക്കപ്പെട്ടത് വയറാകുന്നു. വെള്ളം നിറച്ച് ഭക്ഷണം കഴിക്കാന്നില്ല, അതിനേക്കാളും മോശം വേറെ പണിയില്ല. ആര് പറഞ്ഞു? ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടുന്ന് പറയാണ്, ഹദീസൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസം ഉണ്ടാവും. എനിക്കടക്കം, ഞാനടക്കം നമുക്കിതൊന്നും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയണില്ല. ഡയറ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, ഭക്ഷണമൊക്കെ നിയന്ത്രിക്കുന്നതൊക്കെ എപ്പോഴും ആഗ്രഹം ഉണ്ടാവും, പക്ഷെ കഴിയൂല. പിന്നേക നാളാവാം, മറ്റന്നാളാവാം, ഇന്ന് രാത്രിയാവാം, വിശക്കുമ്പോൾ ഇതാണ് തിന്നിട്ട് പോകും. അങ്ങനെ ആവശ്യത്തിനല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, പൂതിക്കാണ്. ആദിക്കാണ് ഭക്ഷണം കഴിക്കേണ്ടത്, അത് 1% ഉള്ളൂ. 99% പൂതിക്കാണ്. മനുഷ്യന് ഭക്ഷണത്തിനോട് ആവശ്യം വരുന്ന സമയം, വിശപ്പുണ്ടാകുമ്പോൾ ആദ്യമാണ്, അപ്പം കഴിക്കാം. പക്ഷെ ഇന്ന് ഞാനടക്കം, നമ്മളടക്കം 1% ആദിക്കും 99% പൂതിക്കും ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരായി മാറി. അപ്പോൾ തന്നെ വിധങ്ങൾ പറഞ്ഞത് ഏറ്റവും മോശപ്പെട്ട പാത്രമാണ് ആ പാത്രം. കാരണം ബിഅസ്ബിനി ആദമ ഉകുലാതു നുഖിംന സുൽബ, നട്ടല് നേരത്ത് നടക്കാൻ പറ്റിയ കോലത്തിലുള്ള കുറച്ച് ഉരുള തിന്നാൽ മതി. പറ്റവൻ കിടന്നു പോകരുത്, കിടപ്പിലാകരുത്. ഓനെ പിടിച്ച് നിർത്താൻ പറ്റിയ നുഖിംന സുൽബ, അവൻ്റെ നട്ടല് മുതുക് വളയാതെ നിന്ന് നടക്കാൻ പറ്റിയത് കുറച്ച് ഉരുള മതി. ആ ഉരുള മതി, അതിലപ്പുറം വേണ്ട. ഒരു മനുഷ്യർക്ക് മതി, കുറച്ച് തീറ്റ മതി. എങ്ങനത്തെ തീറ്റ? യുക്കിംന സുൽബു, പള്ളം കെട്ടി ചാടി കൊടയവാറാകാൻ മാത്രമുള്ള ഭക്ഷണമല്ല. ഓന് നെടുമുണ്ട് നിർത്തിയിട്ട് നടക്കാൻ പറ്റിയ കോലത്തിൽ അത്യാവശ്യം മാത്രം മതി. കാരണം തുരുത്തിൻ, നിങ്ങൾക്ക് ഇനി കാനല്ല മഹാലത്ത, കൂടാതെ കഴിയൂലെങ്കിൽ എനിക്ക് നിവൃത്തിയില്ല, തിന്നേ പറ്റൂ എന്നാണെന്നുണ്ടെങ്കിൽ ഫസുലുസുല്ലി ത്വാമി, നാം വയറിൻ്റെ ആമാശയത്തിൻ്റെ 1/3 നിങ്ങൾ ഭക്ഷണത്തിന് ഒഴിച്ചിടി. വസുലുസുല്ലി ഷറാബി, 1/3 വെള്ളത്തിന് ഒഴിച്ചിടി. വസുലുസുൻ ലിനഫസി, 1/3 വായു സഞ്ചാരണത്തിന് വേണ്ടിയിട്ട് അതും കൂടെ ഒഴിച്ചിടി. ഇത് പള്ളച്ച് തിന്നിട്ട് ശ്വാസം വിടാൻ പറ്റാത്ത രൂപത്തിലാവരുത്. 3/1 ഭക്ഷണം, 3/1, പിന്നെ 3/1 വെള്ളം, പിന്നെ വായുവിന് വേണ്ടി നിങ്ങൾ 3/1 ഒഴിച്ചിടണം. അത് എപ്പോഴും വയറ് 2/2 അറിയാൻ പാടല്ലോ കേട്ടോ. ബാക്കി ഒരു ഭാഗം അവിടെ ബാക്കി ഉണ്ടാണ്. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നൈറ്റ് ലൈഫ് സംസ്കാരം. നമ്മുടെ നാട്ടിലുള്ള സംസ്കാരം യൂറോപ്യൻ സംസ്കാരമായി മാറി, പാശ്ചാത്യ സംസ്കാരങ്ങളായി മാറി കേട്ടോ. അതായത് പിന്നെ നൈറ്റ് ലൈഫ് കൾച്ചർ, രാത്രി ജീവിത സംസ്കാരം. പകല് രാത്രിയായി, രാത്രി പകലായി. പകല് തുടങ്ങുന്നത് നമ്മുടെ കുട്ടികൾക്ക് മഗ്‌രിബോട് കൂടെയാണ്. രാത്രി എല്ലാം ഭക്ഷണം കഴിച്ച് എല്ലാം ചുറ്റിക്കറങ്ങി ലാസ്റ്റ് വീട്ടിൽ വന്നിട്ട് പകൽ കടന്നുറങ്ങുകയാണ്. ഇതാണ് നൈറ്റ് ലൈഫ് സംസ്കാരം എന്ന് പറഞ്ഞാൽ. രാത്രി ജീവിത സംസ്കാരത്തിലേക്ക് മാറി. നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഭക്ഷണത്തിനോടുള്ള ഭ്രമങ്ങളായി. അത് കാരണം ഈ ഹദീത്തൊക്കെ ചിന്തിച്ച് നോക്കിയാൽ മതി, മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന
ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അത് മതി. ഹബീബായ നബിതങ്ങൾ പറയുകയാണ്, എന്ത് സ്വഹാബത്തിനോട് പറഞ്ഞു, പ്രിയപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീത്ത് ഉണ്ട്, വല്ലാത്തൊരു ഹദീത്താണ്. ആയിഷ, എന്നോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നീ ഒരു ദിവസം 2 വട്ടം പള്ളർച്ച് ഭക്ഷണം കഴിക്കേണ്ടത് ഞാൻ കേട്ടു. ആയിഷ എന്നെ പറ്റി പരാതി എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇത്തഖദത്തി ദുന്യാ ബത്നക, ഈ ദുന്യാവ് ഫുൾ എൻ്റെ പള്ള എന്നാണോ നീ കരുതിയത്? ഇത്തഖദത്തി ദുന്യാ ബത്നകി, ഇത്തഖദത്തി ദുന്യാ ബത്നകി. ദുന്യാവ് എന്ന് പറഞ്ഞാൽ ഈ ലോകം തന്നെ ഫുൾ എൻ്റെ പള്ളൻ്റെ ഉള്ളിലാന്നിട്ട് കരുതിയോ? ഇത്തഖദത്തി ദുന്യാ, നീ ദുനിയാവിനാക്കിയിരിക്കുന്നു, ബത്തുനക്കി, നിന്റെ വയറാക്കിയിരിക്കുന്നു. 2 വട്ടമൊക്കെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം എന്താ? ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ മതി, പള്ള നിറച്ച്. പിന്നെ എന്തെങ്കിലും കുറച്ച് നീരൊക്കെ കഴിക്കാൻ ലഘുവായിട്ട്. അക്തറമിൻ അഖിലത്തിൻ കുല്ലയൗമിൻ, ഒരു ദിവസം 1 തവണ പള്ളറക്കുന്നുണ്ട് ഞാൻ കേട്ടല്ലോ. അത് കാരണം 1 തവണ ഒരു ദിവസം പള്ള നിറക്കുക എന്ന് പറഞ്ഞാൽ സിർഫുൻ, അത് അമിതമാണ്, അത് ദുർവ്യയമാണ്. വല്ലാഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അള്ളാഹ്ക്കത് ഇഷ്ടമല്ല. ദുർവ്യയവും ദൂർത്തും അള്ളാഹുവിന് ഇഷ്ടമല്ല. ഇത് റവാഹുൽ ബൈഹഖിയു, ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് കേട്ടോ. പത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു സന്ദേശമാണ്. ഒരു ദിവസം 2 വട്ടം ഭക്ഷണം കഴിക്കേണ്ടെന്ന് കേട്ടപ്പോഴേക്ക് നബിതങ്ങൾ താക്കീത് ചെയ്യാൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക എന്ന ചിന്തയിൽ നിന്ന് പൂതി ഉണ്ടാകുമ്പോൾ കഴിക്കുക എന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഞാനടക്കം നമ്മൾ മാറി. ഉച്ചക്ക് ചോറുസ്കാരം കഴിഞ്ഞാൽ 12 കഴിഞ്ഞാൽ ചോറ് കഴിച്ചേ പറ്റൂ. പക്ഷേ അതിന് മുമ്പത്തെ ദഹിച്ചിട്ടുണ്ടാവില്ല, അവിടെ ചോദ്യമല്ല. മുമ്പ് ഒന്നാമത് കഴിച്ച ഭക്ഷണം ദഹിച്ചില്ലേ എന്നുള്ളത് നമ്മൾ നോക്കണേ ഇല്ല. നമുക്ക് ടൈമാണ്. വൈകുന്നേരം ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, മഗ്‌രിബിൻ്റെ മുമ്പ് ശേഷമൊക്കെ അത് ദഹിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്ന് രാത്രി കിടക്കാൻ നേരത്തെ 9 മണിക്ക് എല്ലാവരും ഭക്ഷണം കഴിക്കണം, അപ്പോൾ കഴിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നിർബന്ധിക്കപ്പെടും. വലിയ സ്നേഹം, ഒരു വലിയ ചൊല്ലുണ്ട്, നമ്മോട് വലിയ സ്നേഹം കാണിക്കുന്നവർ നമ്മുടെ കൊലയാളികളാണ്. തീറ്റൻ്റെ വിഷയത്തിൽ ഭയങ്കര സ്നേഹിച്ചിട്ട് അതും ഇതും കുത്തി നിറച്ച് തീറ്റിക്കും. ഷുഗറിൻ്റെ പ്രശ്നം ഉണ്ടാകും, എണ്ണക്കട്ടിൻ്റെ പ്രശ്നം ഉണ്ടാവും, വയറ് കേടായി പോകും. സ്നേഹമാണ്, അവരെ ആക്ഷേപിക്കാൻ പറ്റൂല, അവർ സ്നേഹമാണ്. പക്ഷെ ചിന്തിക്കണില്ല, മനുഷ്യൻ പൊട്ടനാണ്, ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ്. ഒരു നിലക്ക് സ്നേഹിച്ചിട്ട് ഇക്കാരം കുട്ടികളെ തീറ്റി പള്ളം നിറച്ചു കൊടുക്കുക, നീ ഇഷ്ടപ്പെട്ട ആൾക്ക് ഇല്ല ഫുള്ള് വാങ്ങിക്കൊടുക്കുക, ഇല്ല കരിച്ചതും പൊരിച്ചതും എണ്ണയും മറ്റുമൊക്കെ സ്നേഹം കൊണ്ടാണ്. പക്ഷേ ആ മനുഷ്യനെ ക്യാൻസർ രോഗിയാക്കുക, അല്ലെങ്കിൽ ആ മനുഷ്യനെ ഗുരുതരമായ രോഗിയാക്കി മാറ്റാൻ ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. ഇതിന് സ്ലോ പോയിസൺ എന്ന് പറയുന്നത് കേട്ടോ. വലിയ ഒരു സന്ദേശമാണ്. എന്ത്? വതഹദ്ദർ, നീ ശ്രദ്ധിക്കണം, വളരെ സൂക്ഷിക്കണം. ഇയ്യാക്കും വൽ ബത്ൻ, നിങ്ങളെ പള്ളി മാത്രം ശ്രദ്ധിച്ചാൽ മതി. കാരണം അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കല്യാണ തളുറു ബിൽ ജസദി, അത് തടി കേടുത്തും, ശരീരം കേടുത്തും. വതുസബ്ബിബുൽ അംറാദ്, രോഗങ്ങളെ മുഴുവനും അത് വലിച്ചു കൊണ്ടുവരും. മാത്രമല്ല വതഅയ്കന ഇസ്സലാ, നിസ്കരിക്കാൻ കഴിയൂല, അടങ്ങാറാവുങ്ങൾ. ഇയ്യാക്കും വൽ ബത്ന വശറാബ്, നിങ്ങൾ പള്ളർച്ച് തിന്നുക, പള്ളർച്ച് കുടിക്കുക, ശ്രദ്ധിക്കണം. ഫഇന്നഹുമാ മുഫ്സിദത്തുൻ ലിൽ ജസദി, അത് തടിയെ കേടുവരുത്തും, തടിയെ നാശാക്കും. മൂരിദത്തുൽ ലിസ്സഖമി, എല്ലാ രോഗങ്ങളും മുഴുവനും വലിച്ചുകൊണ്ടുവരും. മുക്സിലത്തുൻ അനിസ്സലാത്തി, നിസ്കാരത്തിനെ തൊട്ട് നിങ്ങളെ മടിയന്മാരാക്കി കളയും. സത്യമാണ്. ഫർദ് കഴിഞ്ഞാൽ മൂട് തട്ടിയാണ്ട് പോവുക, സുന്നത്ത് നിസ്കാരത്തിലേക്ക് ശ്രദ്ധയല്ല. നിസ്കാരം അധികരിപ്പിക്കാൻ കഴിയൂല, തടികൊണ്ട് കഴിയൂല, അതിൻ്റെ വിഷയം. എന്തേ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞ മതി 1% മാതി, 99% പൂതിയാണ്. പൂതിക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കുക. ഇതൊക്കെ പറയാൻ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും, പക്ഷേ കുറച്ച് പ്രയാസം ഉണ്ടാവും. നമ്മളെപ്പോഴാണ് ശ്രദ്ധിക്കുക അറിയോ? ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഗുരുതരമായ രോഗമുണ്ട്, അല്ലെങ്കിൽ ഡോക്ടർമാർ പറയുമ്പോൾ മാത്രം അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുക ഭക്ഷണം നിയന്ത്രണം. അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കുകയല്ല. പക്ഷേ ഹദീസിൽ പറഞ്ഞത് അതൊക്കെ നിങ്ങൾ നിസ്കരിക്കണം നിൽക്കരുതെന്ന് മാത്രമല്ല പറഞ്ഞത്. ഈ ആരോഗ്യ വിഷയങ്ങളടക്കം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമ്മെ പഠിപ്പിച്ച് മനസ്സിലാക്കി തരികയും ചെയ്തു. ഭക്ഷണം കിട്ടിയില്ലല്ലോ എന്നാദ്യം നമുക്കുള്ളത്. വിശക്കുന്നുണ്ടല്ലോ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. വിശക്കുന്നുണ്ടല്ലോ എന്ന് പ്രശ്നമാണെങ്കിൽ കഴിക്കാം, പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ള പൂതിയാണ്. അപ്പോൾ വയറിനേക്കാൾ മോശപ്പെട്ട ഒരു പാത്രം മറ്റൊന്നില്ല. മുമ്പ് കഴിച്ച ഭക്ഷണം ദഹിക്കാതെ ഒരാളെയും ഭക്ഷണത്തിന് നിയന്ത്രിക്കരുത്, നിർബന്ധിക്കരുത്. അയാളെ നിർബന്ധിക്കരുത്. അപ്പുറത്ത് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടുന്ന് ഉസ്താദ് ഒരു വർക്കത്തിന് വൃത്തികെട്ട വർത്താനാണ്. ഉസ്താദ് എന്നല്ല, തങ്ങൾ എന്നല്ല, വാപ്പയാണെങ്കിലും വല്യാപ്പയാണെങ്കിലും വളരെ മോശമാണ്. ഇത് കുടുങ്ങിയിട്ട് കഴിക്കുക, ദൂരെ ഇടങ്ങാറ് അറിയാം. കല്യാണത്തിനൊക്കെ പോയാൽ
ഒരു ദിവസം 4-5 നിക്കാഹൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ 9 മണിക്ക് കയറും, പള്ളർച്ച് 10 കഴിച്ചിട്ട് 9:30 നിക്കാഹ്. ഇവൻ പിന്നെ പെരേക്ക് വിളിച്ചിട്ട് ഭക്ഷണം തരില്ല, അവിടുന്ന് ഭയങ്കര സ്നേഹം. ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി, എന്തിനാണ് മനുഷ്യൻ ഇടങ്ങാറാക്കണത്? ഒരു എന്ത് ബർക്കത്ത്? ആ ബർക്കത്ത് ഇവൻ കഴിക്കണ ബർക്കത്താണ്, അത് കേടാണ്, തെറ്റാണ്. താല്പര്യമില്ലാതെ ഭക്ഷണം കഴിക്കൽ ഭക്ഷണത്തിനോട് ചെയ്യണ അതബുകേടുമാണ്. കുടുങ്ങിയിട്ട് കുത്തിക്കയറ്റല്ലേ. ഭക്ഷണം കഴിക്കുമ്പോൾ റാഹത്തോടെ കഴിക്കണം എന്നാണ്. അത് നിർബന്ധിച്ച് പിടിച്ചിരുത്തുക. അത് കഴിഞ്ഞ് അപ്പുറത്തൊരു കല്യാണം, എന്തെങ്കിലും വറ്റ് തിന്നു വയ്ക്കൂലി. ആരാ ഒരു വറ്റ് തിന്നാൻ കഴിയുക? ഇരുന്നാൽ പിന്നെ ഒരു വറ്റ് തിന്നാൻ കഴിയുമോ? അത് മോശമല്ലേ? എല്ലാവരും ഒരുമിച്ചൊരു ടേബിളിൽ ഇരുന്നിട്ട് ഇപ്പോൾ ഒരു വറ്റ് കഴിച്ച് തീച്ചാൻ പറ്റുമോ? അപ്പോൾ കുടുങ്ങിയിട്ട് പിന്നെയും കഴിക്കും, പിന്നെ ഏമ്പക്കിടുക, പിന്നെ ഇടങ്ങേറുക, പിന്നെ വൈകുന്നേരം പോയി മരന്ന് പൂത്തോള പോലെ കിടക്കുക. എന്തിനാത്? നിർബന്ധത്തിന് വാങ്ങി. ഭക്ഷണത്തിന് താല്പര്യമില്ലെങ്കിൽ ഒരാൾ നിർബന്ധിക്കരുത്, ഇടങ്ങേറാക്കരുത്. മനുഷ്യനെ ഏറ്റവും ഇടങ്ങേറാക്കിയത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി CH മുഹമ്മദുമായ സുഖമില്ലാതെ കിടക്കുമ്പോൾ പറഞ്ഞത്, എന്നെ ഈ രോഗിയാക്കിയത്, എന്നെ അസുഖനാക്കിയത് എന്നെ സ്നേഹിച്ച ആൾക്കാരാണ്. തിന്നാൻ ഉറക്കില്ല, തീറ്റിച്ചതാണ്, സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കുക. ഭക്ഷണത്തിൻ്റെ കാര്യം ഗൗരവമാണ്. ഇന്ന് മനുഷ്യൻ വലിയ രോഗം, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ കേരളത്തിലാണ്. ഗൾഫിൻ്റെ സ്വാധീനം കൊണ്ട് നമ്മുടെ നാടുകളാണ് രാത്രി സമയത്തുള്ള ഫുഡിൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ ഭക്ഷണത്തിലേക്ക് പോയത്. ഭക്ഷണം കഴിക്കേണ്ടതല്ല, ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാൻ കേടൊന്നുമില്ല. അറേബ്യൻ ഫുഡ്സും കംപ്ലൈൻ്റ് ഇല്ല. അതൊക്കെ പിന്നെ വെറുതെ കുറേ തെറ്റിദ്ധാരണകളാണ്. അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല. പക്ഷേ നിയന്ത്രണമില്ലാത്ത രൂപത്തിൽ അമിതമായി കുത്തിക്കയറ്റതിനെ പറ്റി നീ പറഞ്ഞത് ഏതാവട്ടെ. ഹബീബിൻ്റെ ഹദീസ് എത്രമാത്രം ചിന്തോദ്ദീപകമാണ്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, കുലു വസ്റബു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വ്യായാമങ്ങൾ നമുക്കില്ല, തിന്നതിനനുസരിച്ചുള്ള വ്യായാമങ്ങൾ നമുക്കില്ല. നമ്മളെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന വിഷാംശങ്ങൾ പുറത്തേക്ക് തള്ളാൻ മാത്രം നമ്മൾ വിയർക്കുന്നില്ല. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ രോഗികളായി മാറുന്നത്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ആയിഷ, ഞാൻ ഈ 2 വട്ടം പള്ളറക്കണം, ഞാൻ അറിഞ്ഞില്ലേ, നീ മോശമായി പോയിട്ടോ. ഒറ്റ നേരം പള്ളർച്ച കഴിക്കുക, പിന്നെ ആവശ്യമെങ്കിൽ ഇതിന് കഴിക്കാം, തീരെ തിന്നണമെന്നില്ല അല്ല. പക്ഷെ നമ്മുടെ സിസ്റ്റം ഇങ്ങനെയായി മാറി. ഈ സിസ്റ്റമാണ് നമ്മുടെ പ്രശ്നം. ഈ ഹദീത്തൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ്. ഇബാദത്തുകൾക്ക് ഉന്മേഷം കിട്ടണം, ഇബാദത്തുകൾക്ക് ആവേശം കിട്ടണം, അതിന് ശരീരം വഴങ്ങിത്തരണം. നമുക്ക് തഹജ്ജുദ് നീച്ചാൻ കഴിയൂല, അങ്ങനെ തഹജ്ജുദിന് നീച്ചാൻ കഴിയൂല, അങ്ങനെ കിടക്കുകയാണ്. അത്രയും ഭാരമാണ് നമ്മൾ. ഒരു മനുഷ്യന് എത്രയാണോ തൂക്കമുള്ളത് അത്രയായിരിക്കണം. ഇപ്പോൾ 160 ആണെങ്കിൽ ഓന് വേണ്ട കിലോ, ഓൻ്റെ ഭാരം 60ആണ്. ഒരാളെ കിലോ എത്രയാണ്? ഒരാളെ ഭാരം 1 മീറ്റർ 70 സെൻറ്റിമീറ്ററാണ് നിൽക്കുക. ഉദാഹരണം 170 ആണെങ്കിൽ ഓന് 70 കിലോ ആണോന്നുണ്ടാണ്ട്. പിന്നെ അതിലപ്പുറം ഓൻ്റെ ഹൈറ്റ്, ഒരു മനുഷ്യൻ്റെ ഹൈറ്റ് എത്രയാണോ അതാക്കണം. ഹൈറ്റ് എത്രയാണോ 170 അവൻ്റെ ഹൈറ്റെങ്കിൽ അവന് 70 കിലോയാണ് ഭാരം വേണ്ടതെന്നാണ് സയൻസ് പറയണത്. ഒരാൾ 160 അവൻ്റെ ഹൈറ്റ്, എന്നാൽ അവന് 60 കിലോ ഉണ്ടാകാൻ പാടുള്ളൂ. എന്തോ അവൻ്റെ ഹൈറ്റ് നീളം എത്ര ഉണ്ട്? 150 അല്ലെങ്കിൽ 160. അവൻ്റെ ഭാരം എത്ര? 2 കിൻഡൽ. അപ്പോൾ പിന്നെ 50 കിലോ കുറക്കണം എന്നർത്ഥം. നമ്മളെ ഹൈറ്റ് എത്രയാണോ അതിന് 100 കുറച്ചിട്ട് ആ ഹൈറ്റിനനുസരിച്ചായിരിക്കണം ഭാരം ഉണ്ടാവേണ്ടത്. അപ്പോൾ നബി നിങ്ങൾ പറഞ്ഞ ഹദീസ് നോക്കി, മാ മലഅബുൽ ആദമ വ്യാൻ ശർറം മിൻ ബത്നി, ഒരു മനുഷ്യൻ നിറക്കുന്ന പാത്രത്തിൽ ഏറ്റവും വൃത്തികെട്ട പാത്രം അവൻ്റെ വയറാണ്. ചിന്തിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഹദീസ് ഇത്തിബാ ചെയ്യാനൊക്കെ അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.